ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ ഒരു പാവയ്ക്ക തോരൻ ഉണ്ടാക്കുന്നത്. ഒരു പാവയ്ക്കയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരു പാവയ്ക്കയും ഒരു സവോള, 3 പച്ചമുളക്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഇത് എരിവുള്ള പച്ചമുളക്, അതുകൊണ്ട് 3 എടുത്തേക്കുന്നേ. ഇത് ചെറുതായിട്ട് നമ്മൾ ആദ്യം അരിഞ്ഞെടുക്കണേ. ഇങ്ങനെയുള്ള ഒരു കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞിങ്ങനെ എടുത്താൽ മതിയേ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. പാവയ്ക്ക ചില കുട്ടികളൊന്നും കഴിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ചെറിയ കയ്പില്ലേ, അതുകൊണ്ട്. പക്ഷേ ഇത് വളരെ ഗുണമുള്ള ഒരു നല്ല അയൺ കണ്ടൻറ്റും ഒക്കെ ഉള്ള ഒരു നല്ലൊരു വെജിറ്റബിളാണിത്. ഇത് കുട്ടികൾക്കും കൂടെ കൊടുക്കാം, അവരും കൂടെ കഴിക്കാവുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാവേ. ഇപ്പം കയ്പ്പ് കാരണമാണ് കുട്ടികൾ കഴിക്കാത്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് പുരട്ടി നമ്മൾ കുറച്ച് നേരം വെച്ചിരുന്നാൽ മതി. അപ്പോൾ കുറച്ച് കയ്പ്പൊക്കെ അങ്ങനെ അങ്ങ് പോകും കേട്ടോ. കുറച്ച് കൂടുതൽ തേങ്ങ ഇടുകയും ഒക്കെ ചെയ്താൽ മതി. അപ്പം ഞാൻ ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിക്കാവേ. പാവയ്ക്കയൊക്കെ ചെറിയതായിട്ട് അരിഞ്ഞ് നമ്മളെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറുതായിട്ട് അരിയണേ. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു സ്വല്പം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉപ്പൊന്ന് പുരട്ടി വെക്കണം. ഉപ്പ് നമ്മൾ ഇച്ചിരി പുരട്ടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ പാവയ്ക്കയുടെ കയ്പ്പ് കുറച്ച് മാറുവേ. ഇത് തിരുമ്മി ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചേക്കണേ. ഉപ്പ് എല്ലാ ഭാഗത്തും ആകണേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുക്കിങ് തുടങ്ങുമ്പോൾ പാവയ്ക്കായ്ക്ക് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി ഉപ്പ് പുരട്ടി വെച്ചേക്കുകയാണേ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉപ്പ് ഇതിനകത്ത് ചേർക്കാവുള്ളൂ. ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണേ. നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കുക. കഴിയുന്നതും മെഴുകുവരട്ടിയും ഈ തോരനുകളും ഒക്കെ ചട്ടിയിലൊക്കെ കുക്ക് ചെയ്യാൻ നോക്കണേ, അതായിരിക്കും നല്ലത്. പിന്നെ അടിയിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്ക് ഉപയോഗിച്ച് ചെയ്യും. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ സവോള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണേ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി നമ്മൾ നേരത്തെ പാവയ്ക്കായിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം വളരെ കുറച്ച് ഉപ്പേ പിന്നെ ഇതിനകത്തോട്ട് ചേർക്കാവുള്ളൂ. ഈ സമയത്ത് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഒരുപാട് കൂടരുത്, മഞ്ഞൾപ്പൊടി കുറച്ചേ ആകുള്ളൂ. ചെറിയൊരു കളറേ ആകാവുള്ളേ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തോരനൊക്കെ അങ്ങ് മഞ്ഞിച്ചിരിക്കും. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പം കറിവേപ്പില, ഫ്രിഡ്ജ് വെച്ചേക്കുന്ന കറിവേപ്പിലയായിട്ടാകട്ടോ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. ഫ്രഷ് കറിവേപ്പില എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് കറിവേപ്പില വീട്ടിലില്ലെങ്കിൽ മേടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആയിട്ടങ്ങ് വരും. ഇനി നമുക്ക് പാവയ്ക്കായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ എണ്ണ കിടന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റണമേ. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കത്തില്ലേ. സിമ്മി വെച്ച് ചെറുതായിട്ട് ആ ആവിയിൽ ഇങ്ങനെ വെന്ത് വരുത്തതേ ഉള്ളൂ. ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ചട്ടി ഒന്ന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. ആദ്യം ഒന്ന് ചൂടാകാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണേ. സിമ്മിലേ ഇടാവുള്ളൂ. മറ്റേ ഫ്ലെയിം ഒന്നും കൂട്ടി വെച്ച് കൊടുക്കരുത്. സിമ്മിൽ കിടന്ന് വേണം ഇത് വേവാൻ. ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയേ. ഞാൻ തുറന്ന് നോക്കാം. ചട്ടിയാണെങ്കിലും അടിയിലൊന്നും പിടിക്കത്തില്ല കേട്ടോ. നമ്മൾ ആ സിമ്മി വെച്ചങ്ങ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, കയ്പില്ലാതെ നമുക്ക് കഴിക്കണമെങ്കിൽ കുറച്ച് തേങ്ങ കൂടുതലിടണം. പിന്നെ ഉപ്പൊക്കെ നമ്മൾ പുരട്ടി വെച്ചിട്ടൊക്കെയാണല്ലോ എടുത്തത്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാവേ. ഇത് നല്ല കാൽസ്യവും അയണും ഒക്കെ ചേരുന്നതാണ് ഈ പാവയ്ക്ക. അപ്പം എല്ലാവർക്കും, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ കയ്പില്ലാതെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അവരങ്ങ് കഴിച്ചേക്കും. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് വേവിച്ചെടുക്കണം. നമ്മളിത് വെച്ചിട്ട് ഇപ്പോൾ ഒരു
2 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. കണ്ടോ, ഒട്ടും അടി പിടിക്കത്തില്ല. ആ ചട്ടിയുടെ അടി നോക്കിയേ, ഒരെണ്ണം പോലും പിടിച്ചിട്ടില്ലേ. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന തോരനാണേ. ഉപ്പൊക്കെ നോക്കിക്കുവാണോ ഇതിൻ്റെ ഇടയിൽ? സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ആ ഉള്ളിക്കുള്ള ഉപ്പാണ് ആദ്യം ഇട്ടത്. പിന്നെ നേരത്തെ നമ്മൾ ആ പാവയ്ക്കായ്ക്ക് കുറച്ച് ഉപ്പിട്ടിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടാമത് ഇട്ടില്ല. അതിൻ്റെ ഉപ്പ് അതിനകത്ത് കാണും. ഇത് പാവയ്ക്ക റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്കിതൊന്ന് 1 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തയ്യാറാക്കാം. അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കുക്കായി വരും കേട്ടോ. നമ്മൾ പൊടിയായിട്ടല്ലേ അരിയുന്നത്. ഷുഗറൊക്കെ ഉള്ളവർക്ക് വളരെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കി അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. അത് ഡ്രൈ ആയിട്ടുണ്ടേ. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറൊരു ഡിഷുമായിട്ട് കാണാം. താങ്ക് യു.